നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 5 മാസത്തോട് അടുക്കുകയാണ്. ഇസ്രായേൽ ഗാസയിൽ കടുത്ത ആക്രമണം നടത്തി ഗാസ ജനതയെ കൊന്നൊടുക്കുകയാണ്. പ്രത്യാക്രമണം നേരിട്ട് ഇസ്രായേൽ സേന മരിച്ചു വീഴുമ്പോഴും ഈ കൂട്ടക്കുരുതിക്ക് അയവൊന്നും ഉണ്ടായിട്ടില്ല. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ തന്നെ ഹമാസ് ഇപ്പോൾ ഇസ്രായേലിൽ പ്രത്യാക്രമണങ്ങൾ നടത്തുകയാണ്. അത്തരത്തിൽ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊല്ലം സ്വദേശി നിപിൻ മാക്സ്വെൽ ആണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. ഗലീലി ഫിംഗറിൽ മൊഷാവ് എന്ന സ്ഥലത്തായിരുന്നു ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 2 മലയാളികളടക്കം 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. കാർഷിക മേഖലയിലെ ജീവനക്കാരനായ കൊല്ലപ്പെട്ട നിപിൻ മാക്സ്വെൽ. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അപ്രതീക്ഷിത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം നിരവധി പേരാണ് ഇസ്രായേലും പലസ്തീനുമായി കൊല്ലപ്പെട്ടത്. നേരത്തെ 2 വർഷങ്ങൾക്ക് മുൻപ് അഷ്കലോണിലെ ഹമാസ് നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി യുവതിക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിലെ അഷ്കലോണിൽ കെയർടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു സൗമ്യ. ആക്രമണത്തിൽ മറ്റൊരു ഇസ്രായേൽ യുവതിയും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം 5ാം മാസത്തേക്ക് കടക്കുമ്പോഴും ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ്. സഹായ സാധനങ്ങൾ നിറച്ച ട്രക്കിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് നേരെ അടുത്തിടെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇസ്രായേൽ സൈന്യം നിറയൊഴിച്ചതിനെ തുടർന്ന് 104 പലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിക്ക് സമീപമായിരുന്നു സംഭവം നടന്നത്. 280 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യുദ്ധം ഇപ്പോഴും അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തുവരുന്നത്. ഒട്ടേറെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകളും അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതുവരെ യുദ്ധത്തിൽ 30,410 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. 71,000-ലധികം പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ വ്യക്തമാക്കുന്നു.